സോഷ്യൽ മീഡിയയിലെല്ലാം ഇപ്പോൾ ചർച്ചാ വിഷയമാണ് ജാസ്മിൻ ഗബ്രി കോംബോ. കഴിഞ്ഞ ദിവസമാണ് ജാസ്മിന്റെ പ്രതിശ്രുത വരൻ അഫ്സൽ ജാസ്മിനെതിരെയുള്ള ആരോപണങ്ങളിൽ പ്രതികരിച്ച് രംഗത്തെത്തിയത്. പലയിടത്തു നിന്നും താൻ നിരവധി ചോദ്യങ്ങൾ നേരിടേണ്ട അവസ്ഥയാണെന്നും വിവാഹ നിശ്ചയം നടത്തിയത് ജാസ്മിന്റെ വാശി മൂലമാണെന്നുമാണ് അഫ്സൽ പുറത്തുവിട്ട വോയിസ് ക്ലിപ്പിൽ പറഞ്ഞത്. ഇപ്പോഴത്തെ ജാസ്മിന്റെ സുഹൃത്തുക്കളിൽ ഒരാളായ ഹെയ്ദി സാദിയ ജാസ്മിനെ കുറിച്ചും പ്രതിശ്രുത വരനായ അഫ്സലിനെ കുറിച്ചും പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ്. 7 മാസം മുമ്പാണ് ജാസ്മിൻ അഫ്സൽ ബന്ധം തുടങ്ങിയതെന്നും കുടുംബത്തെക്കുറിച്ച് പറയുന്നത് നിർത്തണമെന്നുമാണ് ഹെയ്ദി സാദിയ പറയുന്നത്. താൻ ആരെയും കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്നും താൻ എന്റെ അഭിപ്രായം മാത്രമാണ് ഇക്കാര്യത്തിൽ പറയുന്നത് എന്നും ജാസ്മിനോട് ഗബ്രിയാണ് ഇഷ്ടമാണെന്ന് പറയുന്നതെന്നും അത് എന്ത് തരത്തിലുള്ള ഇഷ്ടമാണെന്ന് ഗബ്രി പറഞ്ഞിട്ടില്ല എന്നുമാണ് ഹെയ്ദി സാദിയ പറയുന്നത്. ജാസ്മിനും അഫ്സലും റിലേഷനിലായിരുന്നുവെന്നത് സുഹൃത്തായ തനിക്ക് പോലും അറിയില്ലായിരുന്നു. കാരണം അവർ അത്രയും സീക്രട്ടായി വെച്ചിരുന്ന കാര്യമാണത്. അത് പ്രൈവറ്റായി വെച്ചത് തന്നെ നന്നായി എന്നാണ് പറയാനുള്ളത്. 7 മാസം മാത്രമേ ആയിട്ടുള്ളൂ ബന്ധത്തിലായിട്ട്. ജാസ്മിൻ ബിഗ് ബോസിലേക്ക് പോകും മുൻപ് ഒരു പോസ്റ്റ് അഫ്സൽ ഇട്ടിരുന്നു. അവൻ വളരെ ഇമോഷണലി ഡൗൺ ആയ ഒരാളാണ്. ജാസ്മിനെ അഫ്സൽ അത്രയും ഇഷ്ടപ്പെട്ടതാണെന്നും പക്ഷെ ഇനി എന്താകുമെന്ന് ജാസ്മിൻ പുറത്തു വന്നാൽ മാത്രമേ അറിയാനാകൂവെന്നും ഹെയ്ദി സാദിയ പറയുന്നുണ്ട്. അഫ്സൽ വളരെ ആത്മാർത്ഥമായിട്ടാണ് ജാസ്മിനെ സ്നേഹിച്ചത്. നിരപരാധിയായ അഫ്സലിനെ നെഗറ്റീവായി ഇപ്പോഴത്തെ വിഷയങ്ങൾ ബാധിക്കുന്നുണ്ട് എന്നും അഫ്സലിനെതിരെ നെഗറ്റീവ് അടിക്കുന്നത് ഒഴിവാക്കണമെന്നാണ് തനിക്ക് പറയാനുള്ളത് എന്നും ഹെയ്ദി സാദിയ പറയുന്നുണ്ട്. മാത്രമല്ല ജാസ്മിന്റെ കുടുംബത്തിനെതിരെ നടക്കുന്ന സൈബർ അറ്റാക്കിനെ കുറിച്ചും സംസാരിക്കുന്നുണ്ട്. ജാസ്മിൻ ഒരു കുടുംബമുണ്ട്. 23 വയസ്സായ പെൺകുട്ടിയാണ് ജാസ്മിൻ. അവിടെ നിന്ന് ഇറങ്ങിയാലും അവൾക്കൊരു ജീവിതവുമുണ്ട്. ജാസ്മിൻ എന്ന വ്യക്തിക്ക് ഇത്രയും ഹേറ്റേഴ്സ് വന്നു. പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അവൾ പടുത്തുയർത്തിയ കുടുംബമുണ്ട്. അവളുടെ ഉപ്പ ഒരു ഹാർട്ട് പേഷ്യന്റ് ആണ്. എന്തിനു വേണ്ടിയാണ് അവരുടെ കുടുംബത്തെ ഇങ്ങനെ പറയുന്നത് എന്നും ഹെയ്ദി സാദിയ ചോദിക്കുന്നുണ്ട്. ആ വ്യക്തിയെ ഇഷ്ടമല്ലെങ്കിൽ അവളെ പറഞ്ഞോളൂ. കുടുംബത്തെ കുറിച്ച് പറയുന്നത് നിർത്തണം. അവളാണ് ആ കുടുംബത്തെ കൊണ്ടുപോകുന്നത് എന്നും ഹെയ്ദി സാദിയ വ്യക്തമാക്കി. ജാസ്മിൻ ഗെയിം കളിക്കാനാണ് ബിഗ് ബോസിലേക്ക് പോയത്. അവൾ അവളുടെ ഗെയിം തന്നെയാണ് അവിടെ കളിക്കുന്നതും. അവൾ അവളായി നിന്നാൽ ഉറപ്പായും അവൾക്ക് തന്നെ കപ്പടിക്കാം. അവളെ ഇഷ്ടമുള്ളത് കൊണ്ടാണല്ലോ ഇത്രയും ഫോളോവേഴ്സ് അവൾക്ക് സോഷ്യൽ മീഡിയയിൽ വന്നത് എന്നും ഹെയ്ദി സാദിയ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ജാസ്മിൻ നോറ പുറത്തുനിന്ന് കണക്ട് ആകുന്ന രീതിയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ടാകാം. അവർ രണ്ടുപേരെയും കണക്ട് ചെയ്യുന്ന പോയിന്റ് മുന്നാക്കയാണെന്ന് ഇരുവരും പറയുന്നുണ്ട്. അദ്ദേഹത്തിനും സൈബർ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട് എന്നും ഹെയ്ദി സാദിയ വ്യക്തമാക്കി. തങ്ങളുടെ ഇടയിൽ വളരെ ക്യൂട്ടായ ഫ്രണ്ടാണ് ജാസ്മിൻ എന്നും പക്ഷേ അവളെ വെള്ളപൂശാൻ വേണ്ടിയല്ല താൻ ഇതെല്ലാം പറയുന്നതെന്നും ഹെയ്ദി സാദിയ പറയുന്നുണ്ട്. അതേസമയം സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസർ, യൂട്യൂബർ എന്നീ നിലകളിലാണ് ജാസ്മിൻ ജാഫർ ബിഗ് ബോസ് മലയാളം സീസൺ 6 മത്സരാർത്ഥിയായി എത്തിയത്. ഹൗസിലെ ജാസ്മിന്റെ തുടക്കം ഗംഭീരമായിരുന്നു. അത്ര മനോഹരമായി 2 ദിവസം ഹൗസിൽ ജാസ്മിൻ ഗെയിം കളിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് അങ്ങോട്ട് ഗബ്രിയുമായുള്ള സൗഹൃദം തുടങ്ങിയതോടെ ജാസ്മിന് ഗെയിം ഇല്ലാതാവുകയും പ്രേക്ഷക പിന്തുണ കുറയുകയും ചെയ്യുകയാണ് ഉണ്ടായത്. ഒരുപക്ഷെ സീസൺ 6 ജാസ്മിനോളം വിവാദത്തിൽ ഉൾപ്പെട്ടതും പ്രേക്ഷകർക്കിടയിൽ ചർച്ചയായിട്ടുള്ളതുമായ മറ്റൊരു മത്സരാർത്ഥി ഉണ്ടോ എന്ന കാര്യം പോലും സംശയമാണ്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.